നന്നായി ഒന്ന് അപമാനിക്കാതെ ബഹുമാനത്തോടു കൂടി പെരുമാറാനുള്ള നിലപാടെടുത്തില്ല. മാത്രമല്ല ഈ പ്രാദേശികമായ നേതാക്കൾ ഈ തരത്തിൽ പെരുമാറുമ്പോൾ അതിൽ ഒരു തീരുമാനം വേണ്ടേ? അങ്ങനെ ചെയ്യരുത് എന്നൊരു നിർദ്ദേശം വേണ്ടേ? അങ്ങനെ നിർദ്ദേശം ഇല്ലാതെ തന്നെ ഇപ്പോൾ സജി ചെറിയാൻ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. അപ്പോൾ പല ഘട്ടങ്ങളിലും അദ്ദേഹം നടത്തിയ പ്രതികരണം പോലും അദ്ദേഹത്തിന് ഭയങ്കര അപമാനമായിട്ടുണ്ട്. ഈ അപമാനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഈ അപമാനം സഹിച്ചുകൊണ്ട് ഞാൻ ഇനി തുടരുന്നില്ല എന്നുള്ളത് തികച്ചും വൈകാരികമായി എടുത്ത തീരുമാനമാണ്. ആ വൈകാരികമായ തീരുമാനത്തെ പരിഹരിക്കാൻ പാർട്ടിക്ക് കഴിയുള്ളൂ. പാർട്ടിയുടെ കോർട്ടിലാണ് ഇപ്പോൾ പന്തിരിക്കുന്നത്. പാർട്ടിക്കാണത് പരിഹരിക്കാൻ കഴിയുക. പക്ഷേ പാർട്ടി അത് പരിഹരിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ എ വി ഗോപിനാഥുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പിണറായി വിജയൻ പോകുന്നുണ്ട്. അത്രയുമുള്ള കാര്യം എ വി ഗോപിനാഥുമായി സംസാരിക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ ഒന്ന് ജി സുധാകരനോട് ഒന്ന് ഫോണിൽ വിളിച്ചാലും മതി. അദ്ദേഹത്തിന് അപ്പത്തേക്കും ഈ പ്രശ്നം തീരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഒരു പരിഗണന ഉണ്ടാവുകയും അപമാനിതനാകില്ല എന്നൊരു ഉറപ്പ് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം പാർട്ടിയുടെ ഭാഗമായി തന്നെ തുടരും. ഞാൻ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആവുന്നില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിരമിക്കുന്നു എന്ന രൂപത്തിലേ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഫേസ് പോസ്റ്റിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, പാർട്ടിയുടെ ആദർശങ്ങൾ ഉറച്ചുകൊണ്ട്. അതിന്റെ അവസാനം അങ്ങനെയാണല്ലോ അദ്ദേഹം പറയുന്നത്, ആശയാദർശങ്ങളിൽ ജനലക്ഷങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ മെമ്പർഷിപ്പ് സ്ക്രൂട്ടിനി കാലത്ത് സ്വമനസാലെ മെമ്പർഷിപ്പ് പുതുക്കാതെ ഇരിക്കുകയാണ്. അത് വളരെ സാങ്കേതികമായ കാര്യമാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആലപ്പുഴയിലെ വളരെ ചെറിയ, വളരെ ജൂനിയറായ നേതാക്കളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടിയായിട്ടാണ് അതിനെ കാണേണ്ടത്. ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവമായി ഈ പാർട്ടി സെക്രട്ടറിയുടെ ആ ചിരിയും വരുന്നു. ആ ചിരിയാണ് ഏറ്റവും ഒടുവിലേ വന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവഗണിക്കുന്നു എന്ന് പറയുന്നത് സ്ഥാനമാനങ്ങളുമായി ബന്ധപ്പെട്ടല്ല, അദ്ദേഹം അപമാനിതനായിരിക്കുന്നു. അത് ഒഴിവാക്കാമായിരുന്നു. ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ്.